സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് മാത്രമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല സംഗീതം. നമ്മൾ പാടുകയാണെങ്കിൽ ഞാൻ 4 പാട്ടേ പാടത്തുള്ളൂ, അല്ല 5 പാട്ടേ പാടത്തുള്ളൂ എന്ന് കണ്ടീഷനൊന്നുമില്ല. ചിലപ്പോൾ 10 പാട്ട് പാടും, ചിലപ്പോൾ 15 പാട്ട് പാടും, 18 പാട്ടൊക്കെ ഒറ്റ അടിക്കുക ഒരേ വേദിയിൽ 18 പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. മുഴുവൻ പാട്ടും പാടാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷെ പാടിയത് പലതും ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷെ എന്നാൽ ഈ പാട്ട് അവൻ നന്നായി പാടിയിട്ടുണ്ട്, എന്നാൽ പിന്നെ അടുത്ത പാട്ട് അവന് കൊടുക്കാം, അങ്ങനെ ആരും പറഞ്ഞതുമില്ല. വരികൾ ഇപ്പം നമ്മൾ സാധാരണ ഇപ്പൊ പൂമാനമേ എന്ന് പാടുന്ന പോലെ ആ പാട്ട് ചായ പാനി തപ്പില്ലേ റോഡരിക എന്ന് പാടാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അബുദാബിയിൽ നിന്ന് അലൈന് പോകുമ്പോൾ അവിടെ വെച്ച് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. വൈകുന്നേരം ഒരു 5:30 മണിക്കാണ്. 3 പേര് മരിക്കുന്നു, ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ അതേ തുടർന്ന് ഞാൻ സിനിമയിൽ നിന്നും പിന്നീട് 85 നിറക്കൂട്ടിന് വേണ്ടി പാടി പോയതിന് ശേഷമാണ് ഈ അപകടം. പിന്നെ 5 വർഷം ഞാൻ സിനിമയിൽ പാടുന്നുണ്ടായില്ല. സർ ഈ പറയുന്നത് 15 വയസ്സിൽ പാടി തുടങ്ങുന്നു, പിന്നീട് 18 വയസ്സാകുമ്പോഴാണ് ശാസ്ത്രീയമായിട്ട് ഇത് പഠിച്ചു തുടങ്ങണമെന്ന് ഉണ്ട്. പക്ഷെ പാട്ട് നമ്മളിൽ ഉള്ളതാണല്ലോ സംഗീതം. അപ്പം പക്ഷെ ഈ പറയുന്ന ഇപ്പൊ മോഡുലേഷൻ പഠിക്കുക അല്ലെങ്കിൽ ഭാവം പഠിക്കുക, ഇപ്പോൾ ഹാഫ് നോട്ടിൽ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് മനസ്സിലാവില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ പാട്ട് കേൾക്കുകയാണ്. ഇത് പഠിച്ചു വരുന്നതൊക്കെ പിന്നീട് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു പാട്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ സ്വരസ്ഥാനങ്ങളുണ്ട്. ഏത് പാട്ടിനും അതിൻ്റെതായ സ്വരസ്ഥാനങ്ങളുണ്ട്. അതിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പാട്ടായാലും കർണാട്ടിക് ആയിട്ടുള്ള പിന്നെ സംഗീതമാണെങ്കിലും അതേപോലെ താളങ്ങൾ. ഇപ്പം നമ്മൾ സമത്തി പാടുക എന്ന് പറയും, അതെല്ലാം ഓൺ ദി ബീറ്റാണ്. സമം എന്ന് പറയുന്നത് അടിയിൽ തന്നെ പാട്ടും കൂടെ വരുന്നത്. ഇപ്പം 1000 പാദസരങ്ങൾ കിലുങ്ങി ഉണ്ട്, അടി കഴിഞ്ഞിട്ടാണ്. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാ പുഴ പിന്നെയുമൊഴുകി. അപ്പൊ സമത്തിലും ഉണ്ട്. പിന്നെ ഈ അരയിടം തള്ളിപ്പാടുക എന്ന് പറയും, മുക്കാലിടം തള്ളിപ്പാടുക എന്ന് പറയും. അതായത് ഒരു അടി കഴിഞ്ഞിട്ട് വരുന്ന ആ ഗ്യാപ്പിനാണ് അങ്ങനെ നമ്മൾ ഒരു കണക്ക് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ ഇച്ചിരി സംഗീതം അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ സംഗീതം പഠിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഹാഫ് നോട്ട്സിലേക്കൊക്കെ വരുമ്പം അത് എന്താണ്, എന്താ അതിനകത്തുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതൊന്ന് പഠിച്ചു വെക്കുന്നതായിരിക്കും. അതാണ് പിന്നീട് നമ്മൾ പ്രയോഗിക്കുന്നത്. ഓൾസോ കുറേ സ്റ്റേജിൽ സാറ് പാടുന്നുണ്ട്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇതൊരു സന്തോഷം തരുന്നുണ്ടാവുമല്ലോ ഇപ്പൊ സാർ ആദ്യം പറഞ്ഞ? തീർച്ചയായിട്ടും. ഞാൻ ഇപ്പൊ റെക്കോർഡിങ്ങിനൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാനൊക്കെ ആദ്യം പാടി തുടങ്ങുമ്പോൾ എന്നെക്കാൾ മുമ്പ് ഇപ്പൊ ദാസേട്ടനൊക്കെ പാടുന്ന സമയത്ത് ട്രാക്ക് സിസ്റ്റം തന്നെ ഇല്ല. അന്ന് 2 ട്രാക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ സ്റ്റീരിയോ ആയിട്ട് കേൾക്കുന്നത്. പക്ഷെ അന്ന് മോണോ റെക്കോർഡിങ്. അപ്പം മൊത്തത്തിൽ ഒരു സ്പീക്കറിൽ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അതിനുള്ള സംവിധാനം ഉള്ളായിരുന്നു അന്ന്. അപ്പൊ അന്ന് എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുക. ഇപ്പൊ ഇതുപോലെ ഒരു ഹാളിനകത്ത് ഓരോരുത്തർ അവരവരുടെ പൊസിഷനിൽ നിന്നിട്ട് വലിയ പിന്നെ അഗ്രസീവായിട്ടുള്ള ശബ്ദമുള്ള ഉപകരണങ്ങളുണ്ട്. ഇപ്പൊ നാഗസ്വരം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇരുന്ന് നമുക്ക് വായിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ദൂരത്ത് പോയിരുന്നാലേ ആ പുള്ളി പാ നോക്കുമ്പം അത്രയ്ക്ക് അത് ക്യാപ്ചർ ചെയ്യും അതിന്റെ ശബ്ദം. അതേപോലെ പിന്നെ ഡ്രംസ് ഒക്കെ ആണെങ്കിലും അന്ന് മാനുവൽ ഡ്രംസ് ആണ്. അപ്പൊ ഈ സിംബലയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ചിലമ്പി നമ്മുടെ ചെവിയിലേക്ക് വരും. അപ്പൊ അതൊക്കെ ഒരുപാട് ദൂരത്തായിരിക്കും നമ്മൾ വെക്കുക അന്ന്. അതായത് ഈ മോണോ റെക്കോർഡിംഗ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ. എന്നിട്ട് ഓരോരുത്തരെ ഓരോ പൊസിഷനിൽ നിർത്തുകയാണ്. പാട്ടുകാരെ ചിലപ്പോൾ ഒരു മൂലയ്ക്ക് നിർത്തിയിട്ട് അവരവിടെ നിന്നായിരിക്കും പാടുന്നത്. അപ്പോൾ വയലിൻസ് കുറേ പേര് വേറൊരു മൂലയ്ക്കായിരിക്കും. അപ്പം അങ്ങനെ ആയിരുന്നു ഒരു സമയത്ത്. അപ്പം എല്ലാവരും ഒരുപോലെ ആ പാട്ട് പഠിച്ച് ഭംഗിയായിട്ട് എന്താ പറയുക, ഓരോരുത്തരുടെ ഭാഗവും പഠിച്ചതിന് ശേഷമായിരുന്നു റെക്കോർഡ് ചെയ്തിരുന്നത്. പിന്നീട് അത് സ്റ്റീരിയോ ആയിട്ട് വന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ പാട്ടിന് ഒരു ക്വാളിറ്റിയും, ഇപ്പോൾ ഡോൾബി സിസ്റ്റം എന്നൊക്കെ നമ്മൾ പിന്നീട് പിൽക്കാലത്ത് പറഞ്ഞ പോലെ സ്റ്റീരിയോ ആയപ്പോൾ മോണോയേക്കാളും കുറെ കൂടെ കേൾക്കാനൊരു ഇമ്പവും ഒക്കെ ശബ്ദത്തിന്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പോഴും ആ സ്റ്റീരിയോ ആയിരുന്ന കാലത്തും ഒന്നിച്ച് നിർത്തിയിട്ടാണ് എല്ലാവരെയും ഒന്നിച്ച് നിർത്തിയിട്ടാണ് പാടിച്ചു കൊണ്ടിരുന്നത്.
പിന്നീട് അത് ട്രാക്ക് സിസ്റ്റം വന്നു. അതൊരു 78, 80 കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും 4 ട്രാക്ക് സിസ്റ്റം വന്നു. അപ്പോൾ 4 ട്രാക്ക് നമുക്ക് ഒരു ടേപ്പിനകത്ത് 4 ട്രാക്കായിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് 3 ട്രാക്ക് പിന്നെ ഇൻസ്ട്രുമെന്റിനും 1 ട്രാക്ക് വോയിസിനും അങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങൾ വന്നു. അപ്പോൾ ആ വോയിസിന്റെ ട്രാക്കിൽ നമ്മൾ പാടിയില്ലെങ്കിലും ആ ഇൻസ്ട്രുമെന്റിന്റെ ബാർ എന്ന് പറയും, ബാറ് കണക്കുണ്ട് ഇതിന്. നമുക്ക് എണ്ണം, അതായത് ഒരു താളവട്ടം എന്ന് പറയുമ്പോൾ 8 നോട്ട് വരും. അപ്പൊ ആ പിന്നെ താളവട്ടം വിട്ടിട്ട് ആണ് ഓരോരുത്തരും അവരവരുടെ ഭാഗങ്ങൾ വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫ്ലൂട്ടിസ്റ്റ് ആയാലും വയലിനിസ്റ്റ് ആയാലും എല്ലാം അവരവരുടെ ഭാഗങ്ങൾ ഇത്ര താളവട്ടം അല്ലെങ്കിൽ ഇത്ര ബാറ് വിട്ടിട്ട് റെക്കോർഡ് ചെയ്യാൻ പറയും. അങ്ങനെ ഒരു സൗകര്യം വന്നു. അതായത് ഒന്നിച്ചിരുന്ന് വായിക്കണ്ട. അതുപോലെ പാട്ടുകാരാണെങ്കിലും പിന്നീട് വന്ന് ഇത്ര ബാറ് കഴിയുമ്പോൾ നീ പാടിക്കും എന്ന്. അപ്പൊ ആ ബാർ എണ്ണി നമ്മൾ പാടിയാൽ മതി. അപ്പൊ അങ്ങനെ ഒരു സൗകര്യം വന്നു. പിന്നീട് അത് 8 ട്രാക്കായി, 16 ട്രാക്കായി, പിന്നെ ഇപ്പം 150 ട്രാക്കൊക്കെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ സംഗീതം ഡെവലപ്പ് ചെയ്തു വന്നു. പക്ഷെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, മറ്റേ ഒറ്റയടിക്ക് നമ്മൾ ആ പാട്ട്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ വളരെ കീനായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ ഓരോന്നും ചെയ്യുമായിരുന്നു. അതുപോലെ ആ പാട്ടിന്റെ എന്താ പറയാ, മാക്സിമം ഹൈ നോട്ട്സിലൊക്കെ പോകാനും ഒക്കെ നമുക്ക് ഒന്നിച്ച് എല്ലാവരും കൂടെ പാടുമ്പോൾ തെറ്റിക്കാൻ പാടില്ലല്ലോ. ഇപ്പൊ ആണെങ്കിൽ നമുക്ക് തെറ്റിക്കാം, അല്ലെങ്കിൽ തെറ്റിപ്പോയാലും നമുക്ക് കുഴപ്പമില്ല. പിന്നീട് അത് അവിടെ മാത്രം കറക്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളായി. അപ്പൊ അത്രയ്ക്കും നമ്മൾ വളരെ കീനായിരുന്നു ഒരു സമയത്ത്. ഇന്നിപ്പോൾ അത്ര നമ്മൾ കീനല്ല. നമുക്ക് എപ്പോഴെങ്കിലും പാടാം, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു വാക്ക് വേണേലും കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അക്ഷരം വേണേലും കറക്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഇത് വന്നപ്പോൾ നമ്മളും അത്രയ്ക്കൊക്കെ അങ്ങ് ഇതായി, മതി എന്നുള്ള ആ ഒരു ശൈലിയിലോട്ട് പോയി. സ്റ്റേജിൽ പാടുമ്പോൾ പക്ഷെ അങ്ങനെയല്ലല്ലോ. സ്റ്റേജിൽ എന്ന് പറയുന്ന റിയാക്ഷൻ അപ്പൊ തന്നെ കിട്ടും. അവിടെ ഇപ്പം ട്രാക്കൊന്നും അല്ലെങ്കിൽ പോലും, അതായത് ട്രാക്കിന്റെ ഫീൽ അല്ലെങ്കിൽ പോലും അവിടെയും ജനങ്ങൾ ഇപ്പൊ അങ്ങനെ ആയി. മറ്റേതല്ലായിരുന്നു, നമ്മൾ കൃത്യമായിട്ട് പാടിയില്ലെങ്കിൽ അവർ പറയുമായിരുന്നു. പാട്ടായാലും ശരി, ഉപകരണക്കാരായാലും ശരി, നമ്മൾ കറക്റ്റായിട്ട് പാടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ പാട്ട് അവർ വിചാരിക്കുന്ന പോലെ വന്നില്ലെങ്കിൽ ശരിയായില്ല കേട്ടാ എന്ന് പറയുമായിരുന്നു പണ്ട്. ഇപ്പം അതല്ല. ഇപ്പോൾ ഒരു പാട്ടൊന്നും ആർക്കും കേൾക്കണ്ട, ഒരു ഓളം മതി. അതിൻ്റെ കൂടെ പുകയും ലൈറ്റും ഒക്കെ വെച്ചിട്ട് ഒരു ബഹളത്തിൽ ഭും 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 എന്ന് കേൾപ്പിച്ചാൽ മതി. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമാണ്. അപ്പം ഈ പറഞ്ഞ ട്രാക്കിൻ്റെ സൗകര്യം പോലെയാണ്. നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം, ആ ബഹളത്തിനകത്താക്കി നമ്മുടെ ശബ്ദത്തെ ആക്കി പോവാം. അങ്ങനെ ചെയ്യുന്ന പാട്ടുകാരൊക്കെ ഉണ്ട്, ഒരു വലിയ ഫേമസ് ആയിട്ടുള്ളവരൊക്കെ പോലും അങ്ങനെയുണ്ട്. അതിനകത്ത് എന്താണ് പാടിയെന്ന് മനസ്സിലാകാത്ത രീതിയിൽ പാടി ഈ ഓളത്തിലങ്ങ് പോകുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ട്. മറ്റേ അതല്ലായിരുന്നു, ജനം വളരെ കീനായിരുന്നു. അപ്പോൾ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാടണമെങ്കിലും എനിക്ക് എൻ്റെ വോയിസ് കൃത്യമായിട്ട് കേട്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഡെപ്തിലേക്കൊക്കെ അത് വരുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് ഓളത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല എന്താ പാടിയതെന്ന്. പിന്നെ അങ്ങ് പോകും. പക്ഷെ ഞാൻ ഇന്നുവരെ അങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും കുറച്ച് സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് മാത്രമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല സംഗീതം. നമ്മൾ പാടുകയാണെങ്കിൽ ഞാൻ 4 പാട്ടേ പാടത്തുള്ളൂ, അല്ല 5 പാട്ടേ പാടത്തുള്ളൂ എന്ന് കണ്ടീഷനൊന്നുമില്ല. ചിലപ്പോൾ 10 പാട്ട് പാടും, ചിലപ്പോൾ 15 പാട്ട് പാടും, 18 പാട്ടൊക്കെ ഒറ്റയടിക്കുക ഒരേ വേദിയിൽ 18 പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. മുഴുവൻ പാട്ടും പാടാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷെ മറ്റ് പാട്ടുകാരുടെ ഉൾപ്പെടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 25 പാട്ട് അല്ലെങ്കിൽ ഒരു 27 പാട്ടൊക്കെ ഒരു 3 മണിക്കൂർ പ്രോഗ്രാമിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. അതിൽ 18 പാട്ട് ഞാൻ തന്നെ പാടിയിട്ടുള്ള വേദികളുണ്ട്. എന്നുവെച്ചാൽ അത്രയ്ക്ക് നമ്മൾ എഫേർട്ട് എടുക്കണം. അല്ലാതെ ഞാൻ 4 പാട്ടേ പാടത്തുള്ളൂ കേട്ടോ, അത് കഴിഞ്ഞ് ഞാൻ പോവും എന്ന് പറയുന്ന ആ ഒരു പരിപാടി എനിക്കില്ല. കാരണം ഞാനെന്തിനാ ഇത്ര കിടന്ന് പാടുന്നതെന്ന് വേണമെങ്കിൽ എനിക്ക് ചിന്തിക്കാം. പക്ഷെ നമ്മൾ ഓഡിയൻസിന് എന്താണ് താല്പര്യം, അവർക്ക് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്, അത് നമ്മൾ പരമാവധി പാടിക്കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. ഞാനങ്ങനെ എപ്പോഴും അന്നും ഇന്നും. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 7-8 വയസ്സ് മുതൽ ഞാൻ ഇരുന്ന് പാടുമായിരുന്നു, ഒരു മുറിയുടെ മൂലയ്ക്ക് ഇരുന്ന് പാടുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിത് തൊഴിലാക്കി എടുത്ത ശേഷം 78-ലാണ് ഞാൻ KG മാർക്കോസ് ആൻഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ട്രൂപ്പ് ഫോം ചെയ്ത് ആദ്യമായിട്ട് ഗാനമേള രംഗത്തേക്ക് ഞാൻ ഇറങ്ങുന്നത്. അപ്പം അന്ന് ഇതുപോലെ മീഡിയ ഒന്നുമില്ല, ദൂരദർശൻ പോലും ഇല്ല. അപ്പം നമ്മളെ അറിയപ്പെടുത്തണമെങ്കിൽ നമ്മൾ പരമാവധി വേദികൾ കയറണം. അപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദൂരം ഞാൻ പോകുമായിരുന്നു. ഒരു മാസം 30-35 പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു ദിവസം പോലും ഒഴിവില്ലാതെ. അതേപോലെ ചില ദിവസങ്ങളിൽ 2,
2 പ്രോഗ്രാമൊക്കെ ചെയ്യുമായിരുന്നു. അടുത്തടുത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ 2 പ്രോഗ്രാം ചെയ്യുമായിരുന്നു. അപ്പം 30 പിന്നെ ദിവസത്തിൽ 35 പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും പ്രോഗ്രാം. പക്ഷെ അന്ന് അങ്ങനെ അലഞ്ഞ് നടന്ന് നമ്മൾ പാടി ശീലിച്ചുകൊണ്ടായിരിക്കാം ആ വോയിസിന് ഒരു ഡെപ്ത് കിട്ടി. അതേപോലെ നമ്മളിപ്പോൾ ഏത് കാര്യവും നമ്മൾ ചെയ്ത് വരുമ്പോഴാണല്ലോ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാനും ആ ഒരു പെർഫെക്ഷനും ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോഴും നമുക്ക് 18 പാട്ടോ 20 പാട്ടോ പാടുമ്പോഴും അങ്ങനെ ഒരു ക്ഷീണമോ അങ്ങനെയുള്ളതൊന്നും തോന്നാറില്ല. ഓഡിയൻസിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ പാടിക്കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആണ് അന്നും ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അന്ന് ഞാൻ പറഞ്ഞ പോലെ വേദികളായിരുന്നു നമ്മുടെ മെയിൻ നമ്മളെ അറിയപ്പെടുത്തുന്ന ഒരു സോഴ്സ്. പിന്നീടാണ് TV-യും ഇതുപോലുള്ള മീഡിയാസൊക്കെ വരുന്നത്. അപ്പം ഈ മാക്സിമം പ്രോഗ്രാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പാടിയിട്ടുണ്ട് ഒരു സമയത്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമയിൽ വന്നതിന് ശേഷമാണെങ്കിലും അങ്ങനെ ഒരു റേഞ്ച്, അതായത് ഇപ്പം സിനിമയിലൊക്കെ പാടി, അതുകൊണ്ട് ഞങ്ങൾ 500 ഇപ്പം 5000 ആക്കി എന്നുള്ള രീതിയിലല്ലായിരുന്നു. എല്ലാ തരത്തിലും ഓഡിയൻസുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു രീതി തന്നെയാണ്. എന്നാൽ നമുക്കറിയാം നമ്മൾ നന്നായിട്ട് ചെയ്യുന്നത്, മറ്റുള്ള ആൾക്കാർ ചോദിക്കുന്ന പോലെ ചോദിക്കാം. പക്ഷെ അങ്ങനെ ഞാൻ ചോദിക്കാറില്ല, ഇപ്പോഴും ചോദിക്കാറില്ല. എന്നുവെച്ചാൽ നമ്മളെ വളർത്തുന്നത് നമ്മുടെ ശ്രോതാക്കളാണ്. അപ്പോൾ ആ ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മൾ പാടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിൽ ഇരുന്ന് പാടിയാൽ പോലും, നമുക്കൊരു സന്തോഷമാണ് ഉദ്ദേശമെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് പാടിയാൽ മതി. അപ്പോൾ അതല്ല, നമ്മൾ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് അന്നും ഇന്നും ഒക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന അത്ര പാട്ടുകൾ പാടിക്കൊടുക്കുക, അത് തന്നെയല്ല, അത് എനിക്കൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ശബ്ദം മോൾഡ് ചെയ്യാനും എൻ്റെ ശബ്ദത്തെ കൺട്രോൾ ചെയ്യാനും ഒക്കെ എനിക്ക് നല്ലൊരു അവസരമാണ് ഈ ഓപ്പൺ വേദിയിൽ നമ്മൾ പാടുമ്പോൾ. അതേസമയം സ്റ്റുഡിയോയിലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എന്താ പറയുക, അതിൻ്റെ മാക്സിമത്തിൽ എത്തിക്കാം. ഇപ്പോൾ ഒരു പാട്ടോ അതിൻ്റെ ശ്രുതിയോ അതിൻ്റെ വാക്കുകളോ ഒക്കെ വേണേൽ മാറ്റിയും പിന്നെ മറ്റ് താളത്തിലും ഒക്കെ ആക്കിയും ശ്രുതിയിലാക്കിയും ഒക്കെ പാടാം. പക്ഷെ സമയമെടുത്തും നമുക്ക് കറക്റ്റ് ചെയ്യാം. പക്ഷെ വേദിയിൽ അത് പറ്റത്തില്ല. വേദിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കല്ലെടുത്ത് എറിയുന്ന പോലെയാണ്. പോയാൽ കൈവിട്ടാൽ പോയി, പിന്നെ അത് ഇത്രയൊക്കെ പറ്റിയുള്ളൂ എന്നുള്ള രീതിയിൽ പിന്നെ അങ്ങ് പോകാനേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞാൻ ഇന്ന് വരെയും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം പറയാൻ വന്ന ഇതാണ്, ഈ നമ്മളെ അറിയപ്പെടുത്താൻ വേണ്ടി വേദികൾ പരമാവധി കയറിയിട്ടുണ്ട്. ഒരു 10,000-3000 വേദികൾ അത്രയൊക്കെ ചെയ്തിട്ടുണ്ടാവുള്ളൂ ഈ ഇത്രയും 45 വർഷത്തിനിടയിൽ. കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെയെല്ലാം സംഗീതം കൂടെയുള്ളപ്പോഴും സിനിമാ പാട്ടുകളാണ് കുറവുള്ളത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എണ്ണത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ എല്ലാം ആളുകൾ ആഘോഷിച്ചിട്ടുള്ള, ഇപ്പോഴും ആളുകളുടെ പ്ലേലിസ്റ്റുകളുള്ള പാട്ടുകളാണ് താനും. പക്ഷെ എന്താ പറയുക, സാറിനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങോട്ടേക്ക് ആരും വിളിച്ചിട്ടില്ല എന്നുള്ള പോലെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് എന്നുള്ളത്. അതെന്തുകൊണ്ടായിരുന്നു? അല്ല, അത് ഒന്ന് സിനിമയുടെ ലോകം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലോകമാണ്. അവിടെ കുറച്ച് പേരെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത്, പിന്നീട് പുതുതായിട്ട് വരുന്നവരെയോ അല്ലെങ്കിൽ ടാലൻ്റ് ഉണ്ടെന്ന് കണ്ടാൽ പോലും അവരെ ഉപയോഗിക്കാനോ ഒന്നും പൊതുവെ പ്രൊഡ്യൂസർമാർക്കാണെങ്കിലും സംവിധായകർക്കായാലും ഒന്നും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം നിലനിൽക്കുന്ന ആൾക്കാരെ വെച്ച് തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്തു പോവുക, അതാകുമ്പോൾ അവർക്ക് റിസ്ക് ഇല്ല, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും, അവരുടെ ഡേറ്റ് മാത്രം നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ ഓഡിയൻസും അതുപോലെ തന്നെയാണ്. ഇപ്പം ഓരോരുത്തരും അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ പാട്ടുകാരെ ആയാലും അഭിനേതാക്കളാണേലും ചില സംവിധായകരെ ആണേലും ഒക്കെ അവർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇന്ന ആൾക്കാരെ ഉള്ള രീതിയിലുള്ളൊരു. അപ്പോൾ അവരെ കിട്ടുമ്പം മറ്റു കാര്യങ്ങൾ ഈസി ആവുകയാണ്. പിന്നെ എല്ലാ കാര്യത്തിലും, പാട്ടിൻ്റെ കാര്യത്തിലായാലും അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും ടെക്നീഷ്യൻസിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഓരോ നല്ലൊരു സംവിധായകനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പം അങ്ങനെ ആയിരുന്നു പിന്നെ ആദ്യകാല സിനിമ. അതായത് കുറച്ച് സിനിമ കമ്പനികളായിരുന്നു. ഇപ്പം മഞ്ഞിലാസ്, അല്ലെങ്കിൽ ഉദയ, നവോദയ, അല്ലെങ്കിൽ ജൂബിലി, ഇങ്ങനെ കുറേ വിരലെണ്ണാവുന്ന കുറേ സിനിമ കമ്പനികളായിരുന്നു ആദ്യം സിനിമ നിർമ്മിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പം അവരന്ന് നല്ല നോവലുകൾ,
അതേപോലെ ഇപ്പം സത്യൻ മാഷൊക്കെ അഭിനയിക്കുന്ന കാലത്ത് ഏറ്റവും നല്ല നോവലുകളായിരുന്നു സിനിമ ആക്കിയിരുന്നത്. അതൊക്കെ ജീവിതഗന്ധിയായിട്ടുള്ള നോവലുകളായിരുന്നു. നമ്മളാണേലും ഈ പറഞ്ഞ അങ്ങനത്തെ ഒരു ജീവിതത്തിൽ കൂടി അല്ല വന്നതെങ്കിൽ പോലും നമുക്കറിയാമായിരുന്നു അന്ന് അങ്ങനെയൊക്കെ ആണെന്ന്. ഇപ്പൊ റിക്ഷാക്കാരൻ എന്ന സിനിമയിലോ അല്ലെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്നുള്ള സിനിമയിലോ ഒക്കെ നമുക്കറിയാം ഏകദേശം ജീവിതം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു സാധാരണ തൊഴിലാളിയുടെ ജീവിതം ആയിരുന്നു എന്ന് ഏകദേശം ഒരുവിധപ്പെട്ടവർക്ക് അറിയാം. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഡൈവേഴ്സിറ്റിയാണ്. ഒരുപാട് ഇതിലേക്ക് ഇങ്ങനെ മാറി 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 പോവുകയാണ് ആൾക്കാർ. അതേപോലെ 80 2000-ന് ശേഷം നമുക്ക് സുഭിക്ഷത കുറെ കൂടെ കൂടി. അപ്പോൾ ഗൾഫിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്. അപ്പോൾ ആ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ ഒരു കുറച്ച് മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്, അന്നൊക്കെ ഒരു 1 കോടി രൂപ എൻ്റെ കയ്യിലുണ്ട്, എന്നാൽ പിന്നെ ഒരു പടം എടുത്തേക്കാം എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അവരുടേതായ തീരുമാനങ്ങളാണ്. ഇന്ന ആൾക്കാർ വേണം, അല്ലെങ്കിൽ ഇന്ന പോലെ വേണം, അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ വേണ്ടി ഞാനൊരു പടം എടുക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ആ സ്ഥിരമായി ഉണ്ടായിരുന്ന കമ്പനികളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി. പിന്നെ ഓരോരുത്തർ ഈ പറഞ്ഞ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാൻ തുടങ്ങിയപ്പം അവരവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയായി. അതിനു മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കുന്നവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് പൊക്കോളൂ. പിന്നീട് വന്നപ്പോഴും അത് തന്നെ, അവരവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അവരുടെ പുറകെ നടന്ന് ദിവസവും പോയി ഓഫീസുകളും വീടുകളും ഒക്കെ പോയി നടന്ന് കണ്ട്, അയ്യോ സാറേ എനിക്കൊരു അവസരം കൂടെ തന്നാൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് ഒരവസരം ചിലപ്പോൾ കിട്ടുക. അപ്പം അത് ഈ പറഞ്ഞ പോലെ അതിനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല, 1. 2, എനിക്ക് അപ്പോഴത്തേക്ക് എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുള്ളത് എനിക്ക് വലിയൊരു ആവശ്യമായിരുന്നു. അല്ല, ഞാനിങ്ങനെ അവസരത്തിന് വേണ്ടി മദ്രാസിലും അവിടെ ഇവിടെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ കിട്ടുന്ന അവസരങ്ങളും കൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പം നമ്മളൊന്നും അല്ലാതായി പോവും എന്നുള്ളൊരു ധാരണ വന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്നാൽ പിന്നെ ഉള്ളത് മതി എന്നുള്ള രീതിയിൽ പോയത്. പക്ഷെ പാടിയത് പലതും ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷെ എന്നാൽ ഈ പാട്ട് അവൻ നന്നായി പാടിയിട്ടുണ്ട്, എന്നാൽ പിന്നെ അടുത്ത പാട്ട് അവന് കൊടുക്കാം, അങ്ങനെ ആരും പറഞ്ഞതുമില്ല. അതിൽ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് പൂമാനമേ സാർ പാടുന്നത്. 2 വരി പാടിയിട്ട് നമുക്ക് അതിൻ്റെ ഓർമ്മയില്ല. ഓക്കെ, അത് ഈ പൂമാനമേ പാടുന്നത് എനിക്ക് തോന്നുന്നു 1985 കാലഘട്ടത്തിലാണ്. കാരണം അന്ന് ഞാൻ സിനിമയിലേക്ക് വന്നിട്ട് ഒരു 4-5 വർഷമേ ആയിട്ടുള്ളൂ. അപ്പം അന്ന് ഈ പറഞ്ഞ ഗൾഫ് 1970-ന് ശേഷമാണ് ഈ ഗൾഫ് രാജ്യത്ത് അവസരങ്ങളും അതേപോലെ ആൾക്കാർ പോക്കുവരവ് കൂടിയ ഒരു സമയം. ഗൾഫ് രാജ്യങ്ങളിലേക്ക് മലയാളികൾ കൂടുതലായിട്ട് പോവുകയും വരികയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം തുടങ്ങുന്ന ഒരു 1970-ന് ശേഷമാണ്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ വലിയ ഇപ്പോൾ യേശുദാസ്, ജയചന്ദ്രൻ അല്ലെങ്കിൽ ജാനകിയമ്മ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മാത്രമേ അവസരങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ഗൾഫിൽ, ഗാനമേള പോലുള്ള ഓരോ പരിപാടികൾക്ക്. പിന്നീട് ഒരു 80 കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളെപ്പോലുള്ള പാട്ടുകാർക്കൊക്കെ അവസരങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 85-ലാണ് ആദ്യമായിട്ട് ബഹ്റൈൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഗസ്റ്റായിട്ടാണ്, ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഓർക്കസ്ട്രയൊക്കെ അവിടുന്ന് അന്നത്തെ തട്ടിക്കൂട്ട് ഓർക്കസ്ട്രയൊക്കെ ആയിരുന്നു. പക്ഷെ പോയി പാടി നമ്മുടെ കഴിവ് കാണിച്ചു. അത് കഴിഞ്ഞ് 86 ഫെബ്രുവരിയിൽ ഞാൻ വീണ്ടും എൻ്റെ ഓർക്കസ്ട്ര സഹിതം ഒരു 5 പ്രോഗ്രാമിന് UAE എന്ന് പറയുന്ന, അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നാണ്, ശരിക്കും പറഞ്ഞാൽ 7 സ്റ്റേറ്റാണ് UAE എന്ന് പറയുന്നത്, അറിയുമായിരിക്കും. ദുബായ്, അബുദാബി, അലൈൻ, ഫിജുറ, റാസൽ ഖൈമ, അങ്ങനെ ഒരു 7 സ്റ്റേറ്റാണ്. അപ്പോൾ ഈ 7 സ്റ്റേറ്റിലും ഓരോ പ്രോഗ്രാം അങ്ങനെ പറഞ്ഞാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന ഞാൻ 86 ഫെബ്രുവരി 17-ന് പോകുന്നു അബുദാബിയിലെ എൻ്റെ ആദ്യത്തെ പ്രോഗ്രാം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അബുദാബിയിൽ നിന്ന് അലൈന് പോകുമ്പോൾ അവിടെ വെച്ച് വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. വൈകുന്നേരം ഒരു 5:30 മണിക്കാണ്. 3 പേര് മരിക്കുന്നു, ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ അതേ തുടർന്ന് ഞാൻ സിനിമയിൽ നിന്നും പിന്നീട് 85 നിറക്കൂട്ടിന് വേണ്ടി പാടി പോയതിന് ശേഷമാണ് ഈ അപകടം. പിന്നെ 5 വർഷം ഞാൻ സിനിമയിൽ പാടുന്നുണ്ടായില്ല. പക്ഷെ കാസറ്റ് ആ സമയത്തും
വിടാതെ കൊണ്ടുപോയി. എന്നുവെച്ചാൽ എറണാകുളത്ത് തന്നെ ആയിരുന്നതുകൊണ്ട് അന്ന് കാസറ്റ് കമ്പനികളൊക്കെ എറണാകുളത്ത് ഇങ്ങനെ ആരംഭിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാസറ്റ് കണ്ടിന്യൂ ചെയ്തു. സിനിമ പക്ഷെ മദ്രാസിൽ പോകേണ്ടിയിരുന്നത് കൊണ്ട് സിനിമ വിട്ടു. അപ്പോൾ ആ സമയം ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഈ നിറക്കൂട്ട് പാടി പോയതിന് ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പം നിറക്കൂട്ട് ഇവിടെ റിലീസായി, പടം ഭയങ്കര ഹിറ്റായിട്ട് പോകുന്നു. ഞാൻ ആക്സിഡൻ്റായിട്ട് അലൈനിൽ കിടക്കുന്നു. 3 മാസം ഞാൻ അവിടെ കിടന്നു, 90 ദിവസം. അപ്പം ഇതൊരു എന്താ പറയുക, സന്തോഷവും അതേസമയം ദുഃഖവും തന്ന ഒരു പാട്ടാണ് ഈ നിറക്കൂട്ടിലെ പൂമാനമേ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പാടുന്നത് 91-ലാണ്. അത് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിദ്ദിഖ് ലാലിൻ്റെ പടത്തിലൂടെയാണ്. അപ്പം 5 വർഷത്തെ ഒരു ഗ്യാപ്പ് വന്നു. അപ്പം അതാണ് ഈ നിറക്കൂട്ടിലെ ഈ പാട്ട് പിന്നെ ഞാൻ പാടാനായിട്ട് ഓർക്കുമ്പോൾ ഒക്കെ ഈ ഒരു കാര്യം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വരും. എൻ്റെ ഒരു 4 വരി പാടാം. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാൻ അഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. സോ മച്ച്. ആ പാട്ട് പിന്നീടും ഇപ്പൊ കഴിഞ്ഞ വർഷം ഒന്നുകൂടെ ഇതിപ്പോ കുറെ വർഷങ്ങൾക്ക് ശേഷം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമയിലൂടെ വീണ്ടും ഒന്നും കൂടെ അത് വന്നു. ആ വരവും ഈ പറഞ്ഞ പോലെ കുറച്ച് ഗുണം ചെയ്തു. കാരണം ഇത് ആരാണ് പാടിയത്, എപ്പോൾ പാടിയതാണെന്നൊക്കെ ഉള്ളത് വീണ്ടും ആൾക്കാർ ഒന്ന് ചകഞ്ഞ് വന്നപ്പോഴത്തേക്കും വീണ്ടും നമുക്ക് ഒരു എന്താ പറയുക, ഒരു ബൂസ്റ്റിങ് വീണ്ടും കിട്ടി. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് വീണ്ടും ഇപ്പോൾ എൻ്റെ തെലുങ്കാന ബൊമ്മലു എന്നുള്ള പാട്ട് ആ സമയത്ത് തന്നെ ഏകദേശം ആ സമയത്ത് തന്നെ വന്നു. അപ്പോൾ അതും ഒരു അഡീഷണൽ ബൂസ്റ്റപ്പ് ആയിരുന്നു. അപ്പം അങ്ങനെ എല്ലാം ഈ പറഞ്ഞ ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിൽ കുറെ ഗുണം ചെയ്തിട്ടുണ്ട്. തെലുങ്കാന ബൊമ്മലും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എൻ്റെ വേർഡ്സ് എനിക്ക് ഓർമ്മയില്ലെങ്കിലും അത് പാടാനായിട്ട് അവർ വിളിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ചോദിച്ചതെന്ന് വെച്ചാൽ, കാരണം എൻ്റെയൊക്കെ ശബ്ദം എന്ന് പറയുമ്പോൾ കുറെ കൂടി ഡെപ്തുള്ള ശബ്ദമാണ്. മാത്രമല്ല ഇന്നത്തെ യുവജനത്തിൻ്റെ ഒരു ഒന്നും തെളിയാത്ത രീതിയിൽ പാടുന്ന ഒരു ശൈലിയിലാണല്ലോ പാട്ടുകൾ വരുന്നത്. അപ്പം ഇനി ഞാൻ അങ്ങനെ പാടാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ അങ്ങനെ പാടിയ ജനം ആക്സെപ്റ്റ് ചെയ്യുമോ, അതല്ല ഞാൻ പാടുന്ന പോലെ തെളിച്ചു പാടിയാൽ അവർക്ക് ഇഷ്ടമാവുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം സുഹേൽ കോയയും അതേപോലെ വിഷ്ണു വിജയും നിർബന്ധപൂർവ്വം പറഞ്ഞല്ലേ ചേട്ടാ ധൈര്യമായിട്ട് പാടിക്കുമോ എന്ന് പറഞ്ഞാണ് ഞാൻ ആ പാട്ട് പാടുന്നത്. അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് സ്ലാങ് ഒന്ന് മാറ്റി പാടണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വരികൾ ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം പൂമാനമേ എന്ന് പാടുന്ന പോലെ ആ പാട്ട് ചായ പാനി തപ്പില്ലേ റോഡരികെ എന്ന് പാടാൻ പറ്റത്തില്ല. അപ്പം അതൊന്ന് അതിൻ്റെ സ്ലാങ് ഒന്നും മാറ്റി പിടിച്ചാൽ മതി, ബാക്കിയൊക്കെ ചേട്ടൻ്റെ ഇഷ്ടത്തിന് പാടിക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് പിന്നെ ആ പാട്ട് ധൈര്യപൂർവ്വം എടുത്തത്. അപ്പം അതിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. ചായ പാനി തപ്പില്ലേ റോഡരികെ തുടിപ്പഞ്ചാരി കൊട്ടില്ലേ കാതരികെ എൻ പ്രേമിക്കൂടൂ നീ സുമ്മ വാരികേ മനസ്സങ്ങ് നീറണ് ഗൊലിസൊടനീയ പനിച്ചങ്ങ് കേറണേ പാരസിറ്റമോള ഉള്ളിലിരുന്നാടടി തെലുങ്കാന ബൊമ്മലു തെലുങ്കാന ബൊമ്മലു തെലുങ്കാന ബൊമ്മലു NTR സിറ്റിയിൽ പോയി വരുങ്ക ചാർമിനാറ് പാത്തില്ല വിൻഡോവില്ല എൻ പ്രേമിക്കൂടൂ നീ സുമ്മ വാരികേ. അങ്ങനെ ഒരു ശൈലിയാ പാടിയത്. അത് യുവതലമുറ ആഘോഷിച്ച പാട്ടാണ്. അതെ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികള്, എനിക്ക് തോന്നുന്നു 8-10 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളായിരുന്നു ഈ പാട്ട് കേട്ടിട്ട് ടിവിയുടെ മുമ്പിൽ നിന്നിങ്ങനെ എനിക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. കൊച്ചുകുട്ടികളാണ്, അർത്ഥമൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ അവർക്കൊരു ഹരം, അത്രേ ഉള്ളൂ. ഒരു കാമ്പില്ല, ഒരു ഓളം മാത്രമേ ഉള്ളൂ. നല്ല പാട്ടുകൾ അപൂർവം ചില പാട്ടുകളൊക്കെ വരുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ
മൊത്തത്തിൽ പറയുമ്പോൾ നമ്മുടെ പഴയ ആസ്വാദനം അല്ല പുതിയ ജനറേഷന്റെ ആസ്വാദനം എന്ന് പറയുന്നത്.